അറബിക്കടലിൽ വീണ്ടും കരുത്തറിയിച്ച നാവികസേന. യുദ്ധക്കപ്പലുകളിൽ നിന്ന് മിസൈൽ പരീക്ഷണം നടത്തി. ആണവായുധം പ്രയോഗിക്കുമെന്ന പാകിസ്ഥാന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് നാവികസേന കരുത്തുകാട്ടിയത്. അതേസമയം സിന്ധു നദീജല തന്ത്രം നടപ്പാക്കിയും ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഉറി ഡാം തുറന്നുവിട്ടു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കുമെന്നും ഭീകരർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. വി എസ് രഞ്ജിത്ത്, ആണവായുധം പ്രയോഗിക്കും, ഇല്ലാതാക്കിക്കളയും എന്നൊക്കെയുള്ള വിരട്ടലുകൾക്ക് എന്താണ് നമ്മുടെ പക്കലുള്ള സന്നാഹങ്ങളെന്ന് ഒന്നൊന്നായി ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുക്കുകയല്ലേ ഇന്ത്യ? വി എസ് രഞ്ജിത്ത്. വിരട്ടലുകൾക്ക് മുന്നിൽ പതറില്ല എന്നുള്ളതിന്റെ എല്ലാ സൂചനകളും ഇന്ത്യ നൽകുന്നു. അത് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും ഉണ്ട് എന്നുള്ളതാണ്. നേവി അറബിക്കടലിൽ നടത്തിയ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാവികസേന കടലിൽ സുസജ്ജമാണ് എന്ന് അറിയിക്കുന്നതിനുള്ളതാണ്. അതിൻ്റെ എല്ലാ പ്രകടനവും പരീക്ഷണ പറത്തലാണെങ്കിലും പരീക്ഷണ വിക്ഷേപണങ്ങളാണെങ്കിലും നടത്തിയിട്ടുള്ളത്. പക്ഷേ അതൊരു തരം ശക്തി പ്രകടനം തന്നെയായിരുന്നു. മാത്രവുമല്ല, ഈ തരത്തിലുള്ള വിരട്ടലുകൾ അത് ഇന്നലെ മാത്രമല്ല ഇന്നും തുടർന്നു. ഞങ്ങളുടെ കയ്യിൽ 130 ആണവായുധങ്ങളുണ്ട് എന്ന് എണ്ണിപ്പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന്റെ മന്ത്രി നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അത്തരം ഭീഷണികൾക്ക് വശപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ. ഇന്നലെ രാത്രി നമ്മൾ ഉറി ഡാം തുറന്നുവിടുകയും ആ ഉറി ഡാം തുറന്നുവിട്ടതും പാക് അധീന കാശ്മീരിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുണ്ട്. പാക് അധീന കാശ്മീരിലെ ഹാട്ടിയൻബാല ഡിസ്ട്രിക്റ്റിൽ ധാരാളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും അവരുടെ വളർത്തുമൃഗങ്ങൾ പോലും വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. പാക് അധീന കാശ്മീരിന്റെ തലസ്ഥാനമായിട്ടുള്ള മുസാഫറാബാദിൽ നിന്ന് അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഭരണാധികാരികൾ കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഉറി ഡാം തുറന്നുവിട്ടത്. സിന്ധു നദീജല കരാർ റദ്ദു ചെയ്തതോടുകൂടി ഇത്തരത്തിൽ ഉറി ഡാം ഉൾപ്പെടെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലേക്ക് വരികയും ആ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉറി ഡാം തുറന്നുവിട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടിയുമായി മുന്നോട്ട് പോകുന്നു, മറുഭാഗത്ത് മിസൈൽ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇന്ത്യ സുസജ്ജമാണ് യുദ്ധത്തിന് എന്ന മുന്നറിയിപ്പ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പ്രസംഗിച്ചത് ഇന്ത്യക്കാരുടെ രക്തം തിളയ്ക്കുകയാണ്. അപ്പോൾ പഹൽഗാമിലെ ആക്രമണത്തിന് മറുപടി കൊടുത്തിരിക്കും എന്നുള്ള ഉറപ്പാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നരേന്ദ്രമോദി ഇന്നത്തെ മൻ കി ബാത്തിൽ നൽകിയിട്ടുള്ളത്. ഓക്കെ, വി എസ് രഞ്ജിത്ത് കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് അറബിക്കടലിൽ നേവിയുടെ കരുത്തുകാട്ടൽ നമ്മൾ കാണുന്നു. ഝലം നദിയിൽ പെട്ടെന്ന് വെള്ളം ഉയർന്നാൽ പാകിസ്ഥാൻ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യം അങ്ങോട്ട് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. വെള്ളം തരുന്നില്ലേ എന്ന് നിലവിളിക്കാൻ കഴിയില്ല, വെള്ളം കുറച്ച് കൂടുതൽ കൊടുക്കുകയാണ് ഝലം നദിയിലൂടെ ഇന്ന് ഇന്ത്യ ചെയ്തിരിക്കുന്നത്.